ഹായ്, നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? അപ്പോൾ ആ സന്തോഷമായിട്ടിരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സന്തോഷമുള്ളൊരു കാര്യം പറഞ്ഞുതരാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഭൂരിപക്ഷം ആൾക്കാർക്കും അറിയത്തില്ലാത്തൊരു കാര്യം കൂടെ ആകട്ടോ ഇത്. അപ്പം നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടെങ്കിൽ എത്ര കീറിയാലും അല്ലെങ്കിൽ അഴുക്കായിപ്പോയാലും നമുക്കത് കളയാൻ തോന്നത്തില്ല. നമ്മളത് കൂടെ കൊണ്ട് നടക്കും. ഇനിയിപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഞങ്ങളുടെ വീട്ടിൽ പ്രായമായ കാരണന്മാരുണ്ട്, അപ്പോൾ അതിന് ഒരു ഉപയോഗമില്ല, കൊണ്ട് ദൂരെ കളഞ്ഞേക്കട്ടെ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കരുത് കേട്ടോ. അങ്ങനെ ചോദിച്ചാൽ പോലും മഹാഭാവ. ഞാൻ വസ്തുക്കളുടെ കാര്യമാണ് പറഞ്ഞത്, നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ചില സാധനങ്ങളുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അപ്പം ഞാനൊരു വീഡിയോ ചെയ്തോട്ടെ, അല്ലെ എന്നെപ്പോണക്ക് മറ്റൊരാളൊരു വീഡിയോ ചെയ്തോട്ടെ. ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടിയില്ലെങ്കിൽ പറയും, നിങ്ങൾ ചെയ്ത വീഡിയോ വെറുതെ തട്ടിപ്പാ, നിങ്ങൾക്ക് വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്കത് ഫലിച്ചില്ലെന്ന് പറയും. എൻ്റെ ഒരു 12 വീഡിയോ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലോ. 100 പേര് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹൃദയത്തിൽ തൊട്ട് പറയാൻ കഴിയും, അതിൻ്റെ അകത്തെ ഒരു 93 പേർക്കും അവരാഗ്രഹിച്ച കാര്യം നടന്നിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം. അന്നേരം ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവരാ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ചെയ്തിട്ടാകട്ടോ. അതല്ലാതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കളയാം, നടക്കോ ഇല്ലെന്നറിയാം, ഇവർ പറഞ്ഞത് ശരിയാണ്. ആ ഒരു മനോഭാവത്തോടെ നമ്മൾ എന്ത് ചെയ്താലും നമുക്കൊന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. ഒരുപാട് പേര് പറഞ്ഞു, എനിക്കൊരുപാട് കടബാധ്യതയുണ്ട് ചേച്ചി, എന്തൊക്കെ ചെയ്തിട്ടും കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല. ഒരു ചിട്ടിയുണ്ട്, അത് 5 വർഷത്തേതാണ്, അല്ലെ 10 വർഷം കൂടുമ്പം കിട്ടുന്നതാണ്, അതുവരെ അടയ്ക്കണം, കുറിയാണ്. അതെന്ത് കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവുമോ ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ സംശയങ്ങൾക്കും ഒരുപാട് വീഡിയോ കണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് നടക്കാത്തവരും ഉണ്ട്. അപ്പം ഇങ്ങനെ നിങ്ങളൊന്ന് ഉറപ്പായിട്ട് ഒന്ന് ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയിട്ട് വന്നേച്ചിട്ടേ അഭിപ്രായം പറയാവുള്ളൂ, എന്നെ ചീത്തയും വിളിക്കാവുള്ളൂ കേട്ടോ. ആ ചീത്ത വിളിയൊക്കെ ഞാൻ സന്തോഷമായിട്ട് സ്വീകരിക്കുന്ന ഒരാളാകട്ടോ. അപ്പം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ കയ്യിലൊരു ബാഗ് കാണും, അല്ലേ, തോളയിലിടുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ഭദ്രമായിട്ട് ഇതുപോലൊരു ചെറിയൊരു പേഴ്സും നമുക്ക് കാണും. അതിൻ്റെ അകത്തായിരിക്കും നമ്മുടെ പേഴ്സണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വെക്കും, അല്ലേ. കാശ് വെക്കും, നമ്മുടെ ആധാർ വെക്കും, പാൻ കാർഡ് വെക്കും. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഇപ്പം ഞാൻ നിങ്ങളോടൊന്ന് കാണിച്ചു തരാം. എനിക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ പേഴ്സിൽ വെക്കാറില്ല. ഇത് കണ്ടോ, എൻ്റെ ID ഉണ്ട്, ആധാറുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. ഈ 3 കൂട്ടം കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ എൻ്റെ കയ്യിലിപ്പം. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ് വയ്ക്കും. പിന്നെ ഇതുപോലെ ചില്ലറ കോയിൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും കാണും. അത്രേ കാണുള്ളൂ എൻ്റെ പേഴ്സിൽ മെയിനായിട്ട്. അല്ലാണ്ട് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്, നമ്മൾ പേഴ്സ് മേടിക്കുമ്പം ചില പേഴ്സിൽ ഒരു ചെറിയൊരു മിറർ കാണും, അതായത് ഒരു കണ്ണാടി കാണും. അല്ലാതെ അതിൻ്റെ അകത്ത് ചീപ്പ്, പൊട്ട്, പൗഡർ ഇതൊന്നും കാണത്തില്ലല്ലോ. ഉണ്ടോ? ചിലരുടെ പേഴ്സൊക്കെ അങ്ങ് തുറന്നിട്ടുണ്ടല്ലോ, ചിലപ്പോൾ അന്നത്തേന് കഞ്ഞിക്ക് അരി മേടിക്കാൻ കാണത്തില്ല, പക്ഷേ ഒരു 4 കിലോ അല്ല 5 കിലോ അരി മേടിക്കാനായിട്ടുള്ള കാശിൻ്റെ മേക്കപ്പ് സാധനം നമ്മുടെ ഈ പേഴ്സിലുണ്ടാകും. ശരിയാണോ ഞാൻ ഈ പറഞ്ഞത്? പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ഈ മേക്കപ്പ് സാധനമോ എന്ത് വേണമെങ്കിലും, ഞാനും കൊണ്ട് നടക്കുന്ന ഒരാളാണ്, പക്ഷെ അത് നമ്മുടെ ബാഗിൽ വേണം വെക്കാനായിട്ട്, അല്ലാതെ നമ്മൾ ഇങ്ങനത്തെ ഈ പേഴ്സിൽ ഒരിക്കലും നമ്മൾ വെക്കരുത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ മെയിനായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ആധാറോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ പാൻ കാർഡോ അങ്ങനെയുള്ള എന്തെങ്കിലും വേണ്ടപ്പെട്ടത് മാത്രമേ വെക്കാവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സ് ഒരിക്കലും കീറിയ പേഴ്സ് നമ്മൾ ഉപയോഗിക്കരുത്. ചിലരുടെ പേഴ്സ് കാണാം, പുറമേ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാത്, ഈ ഭംഗി കാരണം ഇതാരും കളയത്തില്ല, എന്നിട്ട് അകത്തെ ഇങ്ങനത്തെ ചെറിയ ചെറിയ പീസുകളെല്ലാം കീറിയതായിരിക്കും. ഒരിക്കലും കീറിപ്പോയ പേഴ്സിൽ അല്ലെ ബാഗിൽ നമ്മുടെ കാശ് നിൽക്കത്തില്ല. നമ്മുടെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മളൊരു പേഴ്സിന് കൂടി വന്ന് 50 രൂപ അല്ലെ 100 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യായമായ ഒരു പേഴ്സ് കിട്ടും, ഒരുപാട് മോഡലൊന്നും കിട്ടിയില്ലേലും. അപ്പം കീറിയ പേഴ്സ് ഒരിക്കലും ഉപയോഗിക്കരുത്. അതുപോലെ പൊട്ട്, പൗഡർ, ചീപ്പ് ഇതൊന്നും നിങ്ങൾ ഉപയോഗിക്കേണ്ട. ഇനിയിപ്പോൾ അഥവാ നമ്മൾ ചില പേഴ്സ് മേടിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കണ്ണാടി കാണുമെന്ന്, ആ കണ്ണാടി ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ പേഴ്സിൻ്റെ അകത്ത് കണ്ണാടി വെച്ച് പിടിപ്പിക്കാനും നിങ്ങൾ നിൽക്കരുത്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, കീറിയ നോട്ട് ഒരിക്കലും നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അത് വീട്ടിൽ വെക്കുക, അല്ല എപ്പോഴേലും നമ്മൾ ബാങ്കിൽ പോകുമ്പം കൊടുത്തു മാറുക. അല്ലാതെ കീറിയ കാശ്, കീറിയ പേഴ്സ് ഇതൊന്നും നമ്മൾ പേഴ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത്. നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ കയ്യിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ പേഴ്സിലല്ല ഞാൻ പൈസ വെക്കുന്നത് എവിടെയും പോകുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ, അപ്പോൾ ഒരിക്കലും നമ്മുടെ കയ്യിലോട്ട്
കാശ് വരത്തില്ല. എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമേ നമുക്ക് വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ അതുപോലെ തന്നെ കാശ് എടുക്കുകയും എണ്ണുകയും ഒക്കെ ചെയ്യുമ്പോൾ ചുമ്മാ ഇങ്ങനെ ചിലരുടെ പേഴ്സ് തുറന്നു കഴിഞ്ഞാൽ കാണാം, അവർക്ക് പോലും അറിയത്തില്ലായിരിക്കും എത്ര രൂപ ഉണ്ടെന്ന്. ഇങ്ങനെ വാരി വലിച്ച് ചുരുട്ടി കൂട്ടിയൊക്കെ ഇരിക്കും. എന്നിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ എടുക്കുമ്പോഴാണ് ഈ നോട്ടിൻ്റെയൊക്കെ ചുളുക്കൊക്കെ മാറ്റിയെടുക്കുന്നത്. അങ്ങനെയുള്ളവരുടെ കയ്യിലും കാശ് നിൽക്കത്തില്ല. അങ്ങനെ ഒന്നും ചെയ്യരുത്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ, നമുക്കൊരു ദിവസം മുമ്പോട്ട് പോകണമെങ്കിൽ എന്താ ഏറ്റവും അധികം വേണ്ടത്? ഓരോരുത്തർ പറയും നമുക്ക് വായു വേണം, ഭക്ഷണം വേണം, കുടിവെള്ളം വേണം എന്ന് പറയും. പക്ഷെ നമുക്ക് കാശില്ലെങ്കിൽ ഒന്നുമില്ല. അത്യാവശ്യം വേണം. അല്ലാതെ ഞാൻ അംബാനിയെയും ഇവിടെയും യൂസഫ് അലിയുടെയും കയ്യിലിരിക്കുന്ന അത്രയൊന്നും വേണമെന്നൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. അന്നത്തേടം കഴിഞ്ഞു പോകാനുള്ള കാശ് വേണം. നമ്മൾ കാശിനെ ബഹുമാനിച്ചാൽ മാത്രമേ അത് നമ്മുടെ അടുക്കിലോട്ട് വരത്തുള്ളൂ. അതല്ലാതെ നമുക്ക് ബഹുമാനിക്കാത്തതൊന്നും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ നിങ്ങളോട് ഇപ്പം ഈ ഒരു കാര്യം പറഞ്ഞു തരാനായിട്ട് വന്നത്. പിന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണെ, നിങ്ങളുടെ കയ്യിൽ ഒരു 5 രൂപയുടെ നോട്ടുണ്ടെങ്കിൽ അതെടുക്കുക. 5 രൂപയുടെ നോട്ടല്ലെങ്കിൽ 1 രൂപയുടെ നോട്ടാണെങ്കിലും മതി. 5ഓ 1ഓ നിങ്ങൾ എടുക്കുക. അതിപ്പോൾ ആരുടെയും കയ്യിൽ തന്നെ 1ൻ്റെ നോട്ട് കാണത്തില്ല. എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, ഒരു 3, 4, 5 1 രൂപയുടെ നോട്ടുണ്ട്. അതുപോലെ തന്നെ 5ൻ്റെ നോട്ടും ഉണ്ട്. ഇനിയിപ്പോൾ 5ൻ്റെ 1ൻ്റെ നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. പഴയ 2 രൂപയുടെ നോട്ടാണേലും മതി. ഈ കുറഞ്ഞ സംഖ്യ പറയുന്നത് എന്നാണെന്നറിയാമോ? ഇനിയിപ്പം 10ൻ്റെ നോട്ട് എടുത്താലും കുഴപ്പമില്ല, 20ൻ്റെയോ 50ൻ്റെയോ 100ൻ്റെയോ എടുത്താലും കുഴപ്പമില്ല. എത്രയുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ. പക്ഷേ ഈ 10ൻ്റെയൊക്കെ നോട്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു അത്യാവശ്യം വരുമ്പോൾ ഓടിച്ചെന്ന് അത് എടുക്കും. അതുകൊണ്ടാണ് ഞാൻ വലുത് പറയാത്തത്. അപ്പോൾ ഒരു 5 രൂപയൊക്കെയാണെങ്കിൽ നമ്മുടെ പേഴ്സിലിരിക്കും, അല്ലെ 1 രൂപയാണെങ്കിലും നമ്മുടെ പേഴ്സിലിരിക്കും. എന്ന് വെച്ചിട്ട് ഈ കാശ് ഇതുണ്ടോ എൻ്റെ പേഴ്സിലുണ്ട്, ഇതേ ഞാനിപ്പം കാണിച്ചുതരാം. ഇതേ ഈ ഒരു 5 രൂപ ഇരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായതാണ് ഇത്. ഈ 5 രൂപ എൻ്റെ പേഴ്സിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരിക്കലും അതുകൊണ്ട് എൻ്റെ പേഴ്സിൽ കാശ് ആറ്റിടത്തില്ല. അതിനൊരു കാരണം കൂടെ ഞാൻ പറയാം. നമ്മളിപ്പോൾ ഒരു 10 കോടിയാണേലും 20 കോടിന് എത്രയോ കോടികളായിക്കോട്ടെ, എത്ര കോടിയാണേലും ഈ സംഖ്യയുടെ തുടക്കം 1ഉം 0ഉം 9ഉം ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ കോടികൾ മുഴുവൻ കയറി വരുന്നത് അല്ലേ. 1ഉം 0ഉം 9ഉം വരണം. അതായത് ബാക്കി ഉള്ള സംഖ്യകളെല്ലാം 5ഉം 8ഉം 7ഉം 6ഉം 4ഉം എല്ലാം അതിൻ്റെ ഇടയ്ക്ക് വരുന്ന സംഖ്യകളാണ്. 1, 9, 0. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ 1 എഴുതണം, അത് കഴിഞ്ഞ് സെൻറ്ററിൽ 0 എഴുതണം, 9. ഇത്രയും എഴുതി കഴിഞ്ഞാൽ പിന്നെ എത്ര കോടികളുടെയും കൂട്ടത്തിൽ വരുന്ന ഒരു സംഖ്യയാണിത്. ഇതേ ഉള്ളു കോടികൾ, ബാക്കിയല്ല ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഒരു നോട്ടയിൽ നിങ്ങൾ കണ്ടു നോക്കിക്കേ, 1, 0, 9 എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് കണ്ടോ, പച്ച മഷി കൊണ്ട് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതുക. നിങ്ങൾക്ക് കാണാമോ? ഇത് ഞാൻ തന്നെ ഇന്ന് വീഡിയോ പിടിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് കാണാവോ ഇല്ലെന്ന് എനിക്കറിയില്ല. എന്നാലും എൻ്റെ ഒരു രൂപം വെച്ച് ഞാൻ കാണിക്കുവാണ്. ഇത് 1, 9 ഇങ്ങനെ ഒരു നോട്ടയിൽ എഴുതുക. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് നോട്ടാണോ ഇരിക്കുന്നത് അതേൽ എഴുതുക. പക്ഷെ എന്നിട്ട് 50ലോ 100ലോ 500ലോ ഒക്കെ എഴുതി വെച്ചിട്ട് നിങ്ങൾ എഴുതി വെച്ച് കണ്ടിട്ട് ഓടിച്ചെന്ന് ഇത് പേഴ്സിൽ നിന്ന് എടുക്കരുത്. ഇതങ്ങനെ തന്നെ ഇരിക്കണം. എൻ്റെ കയ്യിൽ ഞാൻ ഇതിപ്പോൾ ഈ നോട്ടയിൽ എഴുതി വെച്ചിട്ട് ഒരു ഏകദേശം ഒരു 2 or 3 വർഷമെങ്കിലും ഏകദേശം ആയിട്ടുണ്ട്. അന്നേരം ഒരു കാര്യമുണ്ട്, ചില ദിവസങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാൻ ഈ പേഴ്സ് ഉപയോഗിക്കാറില്ല. മിക്കവാറും അലമാരിൽ തന്നെ ഇരിക്കും. കാരണം ഞാനിപ്പം ഭൂരിപക്ഷവും പുറത്തോട്ട് പോകാന്ന് പറഞ്ഞാൽ അമ്മച്ചീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു യാത്രയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. അപ്പം ഞാൻ ഈ പേഴ്സ് എടുക്കാറില്ല. അമ്മച്ചിയുടെ ഫയലും കാര്യങ്ങളും അടങ്ങിയേക്കുന്ന ബാഗും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗം എനിക്ക് വരുന്നില്ല. എൻ്റെ അലമാരിയിൽ എൻ്റെ ബാഗിൽ തന്നെ ഇതിരിക്കുവാണ്. അപ്പോൾ ഒരിക്കലും എൻ്റെ കയ്യിൽ കാശ് ആറ്റിടുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഖ്യ നമ്മൾ മനസ്സിൽ ഓർത്തുകൊണ്ട് എഴുതുക. എഴുതി വെച്ചും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്രയാണോ കടമുള്ളത് അത് മനസ്സിലങ്ങ് ഓർത്തുവെച്ചിട്ട് മാത്രം നിങ്ങൾ ഈ സംഖ്യ എഴുതിയാൽ മതി. എഴുതി വെച്ചിട്ട് നിങ്ങൾ ഭദ്രമായിട്ട് നിങ്ങളുടെ ഈ പേഴ്സിൽ വെക്കുക. പിന്നെ നിങ്ങൾ ഈ കാശിൻ്റെ കാര്യമേ വിട്ടുപോയിക്കോണം. അല്ലാണ്ട് നമുക്കൊരാവശ്യം വരുമ്പോൾ ഓടിച്ചെന്ന് എടുക്കരുതെന്ന് പിന്നെയും ഞാൻ പറയുവാണേ. പിന്നെ ഇത് എഴുതേണ്ട ദിവസം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരാഴ്ചയുടെ ആരംഭ ദിവസമായ ഞായറാഴ്ച എഴുതുക. അതല്ലെങ്കിൽ നിങ്ങൾ വെള്ളിയാഴ്ചയാണെങ്കിലും ഞായറാഴ്ചയാണെങ്കിലും, ഇത് പിന്നെ എഴുതേണ്ട ദിവസം വെള്ളിയാഴ്ചയാകട്ടോ. അതും പച്ച മഷി കൊണ്ട് വേണം എഴുതാൻ. ഇത് എപ്പോൾ വേണേലും നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. കുളി കഴിഞ്ഞാൽ എപ്പം വേണേലും നിങ്ങൾക്ക് എഴുതാം. എന്നിട്ട് എഴുതിയിട്ട് നിങ്ങൾ നിത്യം ഇങ്ങനെ കൊണ്ടു നടക്കുന്ന പേഴ്സിൽ ഈ കാശ് വെച്ചേക്കുക. പിന്നെ എടുക്കുകയേ വേണ്ട. ഇത് ഞാൻ ഈ ഭദ്രമായിട്ട് ഇതുണ്ടാകും, ഈ സെൻറ്ററിലെ ഈ കവറിലാണ് വെക്കുന്നത് ഇവിടെ. പിന്നെ ഞാനിത് അഴിക്കാറോ തൊടാറോ ഒന്നുമില്ല. പിന്നെ അതിൻ്റെ അകത്ത് എനിക്ക് കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്
ഒരു രൂപ കോയിനും ഒരു 2 രൂപയും ഒക്കെ. ഇതൊക്കെ ചിലപ്പോൾ ഞാൻ ആവശ്യം വരുമ്പോൾ എടുക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ 1 രൂപയുടെ 2 രൂപയുടെ ആവശ്യം വരുമ്പോൾ എടുക്കും. പക്ഷേ എങ്കിൽ ഇതെന്താവശ്യം വന്നാലും ഞാൻ എടുക്കത്തില്ല. അപ്പം ഇത് നിങ്ങൾ ഞായറാഴ്ചയോ വെള്ളിയാഴ്ചയോ കുളി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. മറ്റൊരു ദിവസവും നിങ്ങൾ എടുക്കരുത്. പച്ച മഷി കൊണ്ട് വേണം എഴുതാൻ. കുളി കഴിഞ്ഞാൽ ഏത് സമയത്ത് വേണേലും നിങ്ങൾക്ക് എഴുതാം. അതായത് സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്നതിന് മുമ്പായിട്ട്. സന്ധ്യയ്ക്ക് തിരിയോ വിളക്കോ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നിങ്ങൾ ചെയ്യരുത്. അപ്പം രാവിലെ തൊട്ട് വൈകിട്ട് ഈ വിളക്ക് വെക്കുന്ന സമയം വരെയുണ്ട് കേട്ടോ. അതായത് നിങ്ങളുടെ എന്താവശ്യമാണോ നിങ്ങളത് ആഗ്രഹിച്ചിട്ട് ഈ പേഴ്സിൽ എഴുതുക. അതുപോലെ കീറിയ പേഴ്സ് ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റുക. അതുപോലെ കീറിയ നോട്ടുണ്ടെങ്കിൽ മാറ്റുക. അതുപോലെ സോപ്പ്, ചീപ്പ്, പൗഡർ, പൊട്ട് ഇതൊന്നും നമ്മൾ പേഴ്സിൽ കൊണ്ട് നടക്കരുത്. എപ്പോഴും നമ്മുടെ പേഴ്സ് നമ്മുടെ ഒരു ഐശ്വര്യം. നമ്മളിത് തുറക്കുമ്പോഴേ കാണുന്നതന്നെ നോട്ടും കാര്യമൊന്നും അല്ല, ഈ മേക്കപ്പ് സാധനങ്ങളാണ് കാണുന്നത്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ നമ്മുടെ ഈ പേഴ്സിൽ എപ്പോഴും കാശുണ്ടാകണേ എന്നുള്ള മനസ്സിൽ പ്രാർത്ഥനയോടുകൂടി നമ്മൾ ചിലപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു പുതിയ പേഴ്സൊക്കെ മേടിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഐശ്വര്യമായിട്ട് എൻ്റെ അമ്മച്ചീനെ കൊണ്ട് ഇതിൻ്റെ അകത്ത് പൈസ വെപ്പിക്കാറുണ്ട്. എൻ്റെ അമ്മച്ചീൻ്റെ കൈ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഐശ്വര്യമാണെന്നും പറഞ്ഞു അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ ഒരു ഐശ്വര്യമാണ് നമ്മുടെ പേഴ്സ്. ഇതിൽ ഒരിക്കലും ആറ്റിടല്ലേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ അകത്താണ് നമ്മൾ ഈ അതും ഇതും എല്ലാം കൊണ്ടുവന്ന് വയ്ക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലൊന്ന് കരുതിയിരുന്നോണം. അല്ലാതെ നമ്മൾ ഈ പറയാത്ത കാര്യങ്ങളെല്ലാം കൂടെ നിങ്ങൾ പോയി ചെയ്യും എന്നുവെച്ചിട്ട് ഒരു കാര്യവും നടക്കത്തില്ല. എന്നിട്ട് നിങ്ങളൊന്നും പറഞ്ഞത് ശരിയല്ല എന്ന് പറയും. അങ്ങനെ ഒരിക്കലും പറയാൻ നിൽക്കരുത് കേട്ടോ. നിങ്ങളുടെ നന്മയ്ക്കും ഗുണത്തിനും വേണ്ടി മാത്രമാണ് ഞാനാണേലും ഓരോ വീഡിയോയും ചെയ്ത്. അതുപോലെ തന്നെയാണ് എന്നെ പോണക്ക് മറ്റുള്ളവർ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞു തരുന്ന ഒരു കാര്യം. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കുക ഒന്നും വേണ്ട കേട്ടോ. അപ്പം ഇതുപോലൊരു പേഴ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോട്ടിൽ എഴുതി വെച്ചോളുക. എന്നുവെച്ചിട്ട് ആവശ്യം വരുമ്പോൾ എടുത്താൽ പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലപ്പം നടക്കാനായിട്ട് താമസം വരും. ഇതിപ്പം കുറച്ച് നീണ്ടുപോയാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും നടന്നു കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്കിനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അപ്പം വീണ്ടും നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കേ.